ഹലോ ഗൈസ്, വാസ്തവത്തിൽ ബിഗ് ബോസ് ഷോ നമുക്ക് എന്ത് മെസ്സേജാണ് തരുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഒരു അന്തരീക്ഷത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും, ഓവർകം ചെയ്യുന്നത് എങ്ങനെ, സർവൈവൽ എങ്ങനെയായിരിക്കും, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളായി തന്നെ തീരുമാനിച്ച് നമ്മളായി തന്നെ പ്രവർത്തിച്ച് അങ്ങനെ ഒരു പ്ലേ ആണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തിഗത ചലഞ്ച്, വ്യക്തിഗത പ്ലേ, വ്യക്തിഗത സുന, ഇങ്ങനെയല്ലേ പറയുന്നത്. ആ പോയ ഒരു പെൺപിള്ളേർക്കും വ്യക്തിത്വം ഇല്ല എന്നുള്ളതിന് തെളിവല്ലേ ഈ മറ്റേ മോനെ വിളിച്ചിരുത്തി ഉണ്ടാക്കി വിട്ടിട്ട് പോയത്. എനിക്ക് അപ്സരയോടുള്ള സർവത്രികമായിട്ടുള്ള എല്ലാ ഫീലിങ്ങും നഷ്ടപ്പെട്ട് അത്രയും ദേഷ്യം തോന്നിയ ഒരു നിമിഷമായിരുന്നു ദിലീപ് അതിനകത്ത് വന്നപ്പോൾ ഉണ്ടായത്. ഇവൻ ആരെന്നാണ് ആ വിചാരം? അക്യൂസ്. ഫിലിംസ് ഡയലോഗിൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രതിയാവൻ, 8ാം പ്രതി. എന്താണ് കേസ്? ആരെങ്കിലും കുത്തിക്കൊന്നതോ പണം മോഷ്ടിച്ചതോ ഒന്നുമല്ല. ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു. കൊട്ടേഷൻ ഏജന്റാണ്. അമ്മ സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ ഈ പറയുന്ന ലാലണ്ണൻ? അല്ല, ലാലപ്പ അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ പബ്ലിക്കിൽ പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇരയെയാണ്, ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവനെ അവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നൊന്ന് പറയാമോ? നിങ്ങൾ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ? അയാൾ ഒരു കാര്യം മുമ്പ് ചെയ്തു, ഇപ്പം അതൊന്നും ഇല്ലല്ലോ, അത് കോടതിയിലല്ലേ, തെളിയിച്ചില്ലല്ലോ. ഈ വാക്താളങ്ങളും കൊണ്ട് വരണ്ട. ഈ വായ്ത്താളം ഞാൻ എടുക്കുന്നില്ല. പ്രതിയാണോ? ചുമ്മാതെ ഒന്നും ഒരുത്തനെ പിടിച്ച് പ്രതിയാക്കത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, കൃത്യമായ എവിഡൻസ് ഇല്ലാതെ കോടതിയിൽ ഇങ്ങനൊരു വാദപ്രതിവാദം നടക്കത്തില്ലല്ലോ. ഇയാൾ ചെയ്തു എന്നല്ലല്ലോ, ചെയ്യിപ്പിച്ചു എന്നല്ലേ. ചെയ്ത ആൾ തന്നെ അത് പറയുന്നുണ്ടല്ലോ. റേപ്പൊക്കെ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ഈ നാറിയിൽ കൂടെയാണ് പൊതുജനത്തിന് മനസ്സിലായത്. പിന്നെ ഒരു കാര്യമുണ്ട്, തുല്യതയുണ്ട്. ജാസ്മിൻ്റെ ടീം അംഗങ്ങളും നടത്തുന്ന തേപ്പ് നാടകത്തിൽ വലിയൊരു തേപ്പുകാരനാണ് ഇങ്ങേരെ റോൾ മോഡലാക്കാൻ പറ്റും. കാരണം കാവ്യയെ അയാൾ വിവാഹം കഴിക്കുന്നതും പ്രണയിക്കുന്നതുമൊക്കെ ഭാര്യയെ തേച്ചുകൊണ്ടായിരുന്നു. ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് കാവ്യക്കിട്ട് പണി കൊടുത്തു. കാവ്യയെ മറ്റൊരു വിവാഹം കഴിച്ച അവനിട്ടൊരു തേപ്പ് കൊടുത്തു. മൊത്തത്തിൽ തേപ്പിൻ്റെ ഉസ്താദാണ് അയാൾ. അത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിലും ഓക്കെ. പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ, അല്ല പെൺകുട്ടികളെ, നിങ്ങൾ വ്യക്തിഗത മത്സരത്തിനല്ലേ പോയത്? നിങ്ങൾക്കൊരു വ്യക്തിത്വവുമില്ലേ? എനിക്ക് തോന്നുന്നു സായി ബാക്കിയുള്ളതൊക്കെ കുറച്ച് അടങ്ങി നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഇവൻ വരുന്നത് കണ്ടപ്പോഴേ സ്കിപ്പ് ചെയ്തു. ഇഷ്ടമില്ല എന്നുള്ളതാണ് വസ്തുത. നാളെ ഇനിയിപ്പോൾ ഗോവിന്ദചാമി ഒരു സിനിമ എടുത്താൽ പിക്കോസേട്ടൻ അയാളെയും കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമോ ആവോ? നിങ്ങൾക്ക് ഗോവിന്ദചാമിയായിട്ട് അയാളെ തോന്നുന്നില്ല? ഒരു പെൺകുട്ടിയെ, അതും കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ അടിച്ചു താഴ്ത്താനും നശിപ്പിക്കാനും അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് റേപ്പ് ചെയ്യിപ്പിക്കുകയും അതിൻ്റെ വീഡിയോ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്ത ഒരു വൃത്തികെട്ടവനെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഈ കോക്കനട്ട് ടീം കാണിച്ചു കൊടുത്തിരിക്കുന്നത്? ചുമ്മാതല്ല ഇതിനെ വേശ്യാനെറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ആ സ്വഭാവമാണെന്നേ, അല്ലാതെ എന്താ പറയുക? ഒരു ലിങ്കും കൂടെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. മുസ്ലിം കുട്ടികളെ അധികം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ചങ്കി ചാനലാണല്ലോ ചന്ദ്രശേഖരൻ, പിന്നെ വേറെ മങ്കിയൊന്നും അല്ലല്ലോ. ചങ്കീസൻ തലയിൽ കയറിയിട്ട് ഇപ്പോൾ ഈ കൊണ്ടുവന്നതും കൂടെയൊക്കെ വെച്ചൊന്ന് ടാലി ചെയ്ത് നോക്കുമ്പം ദിലീപിനെ വെളുപ്പിക്കാനുള്ള ശ്രമമാണോ? വെളുക്കത്തില്ല. ദിലീപ് ആരായിരുന്നു എന്തായിരുന്നു ചെറിയ ധാരണയെങ്കിലും അവിടെയുള്ള തോന്നിവാസികൾക്ക് ഇല്ലയോ? മത്സരാർത്ഥികൾ എന്ന് പറയുന്ന വായ്നോക്കികൾക്ക് സ്വന്തമായി പേഴ്സണാലിറ്റി ഇല്ലയോ? പണത്തിൻ്റെ മേലിൽ പരുന്നും പറക്കത്തില്ലേ? അവിടെ നിലനിൽപ്പാണോ വലുത്? സിബിനായിരുന്നെങ്കിൽ ഒരു പക്ഷേ തിരിച്ച് പ്രതികരിച്ചേനെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിബിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ഷോയിൽ എനിക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടണമെന്ന് പറയും. പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ഈ സെഷനിൽ നിന്നെങ്കിലും ഞാൻ മാറി നിൽക്കും. എനിക്ക് അയാൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെങ്കിൽ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അവിടെ കാണാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് തുള്ളാനാണെങ്കിൽ അത് സ്ക്രിപ്റ്റഡ് ഡ്രാമ എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഞങ്ങളതൊരു റിയാലിറ്റി ഷോ ആണെന്നുള്ള രീതിയിലാണ് അത് കാണാനിരിക്കുന്നത്. പിന്നെ അയാളുടെ പ്രൊമോഷന് വന്നതാണെങ്കിൽ അയാളുടെ പടത്തിന് പ്രൊമോഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? ആ പടത്തിനങ്ങ് പ്രൊമോഷൻ കൊടുത്താൽ പോരെ. ഇയാൾ അവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ഇയാളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഇഷ്ടപ്പെടാത്തവരാണ് അധികം. മനുഷ്യൻ വീട്ടിൽ പെങ്ങളായോ ഭാര്യയായോ ഒരു പെണ്ണ് വീട്ടിൽ ഉണ്ടായാൽ മതി, അത് അമ്മയായാലും മതി. ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നത് അവളുടെ അഭിമാനം, അതായത് അവളുടെ സ്ത്രീത്വത്തിനെ നശിപ്പിച്ചുകൊണ്ടാണ്. ഈ തുടകൾക്കിടയിലും വയറ്റിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സാധനത്തിലാണ് സ്ത്രീത്വം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സാമൂഹിക നീതി അങ്ങനെയാണ്, അല്ലെങ്കിൽ സമൂഹം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വില മതിക്കുന്നത് അതിന് തന്നെയാണ്.
ആ വിഷയത്തിനെ എടുത്തു വെച്ച് നശിപ്പിച്ച് അവളെ റേപ്പ് ചെയ്ത് അവൾ സൂയിസൈഡ് ചെയ്യാതെ നിൽക്കുന്നത് തന്നെ അവളുടെ തൻ്റെ ഇടമല്ലേ? ബോൾനെസ് അതല്ലേ? നിങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്ന ഭാവനയായിരുന്നു. ആ പെൺകൊച്ചിനായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. കാരണം അങ്ങനെ ആ രീതിയിൽ അവഹേളിക്കപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു കുട്ടീനെ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് തന്നെയാണ്. അതൊരു മെസ്സേജ് തന്നെയാണ് പൊതുസമൂഹത്തിന്. നജീബിനെ കൊണ്ടുവരായിരുന്നല്ലോ. ആടുജീവിതം നല്ല സിനിമയല്ലായിരുന്നു? അതിനും പ്രൊമോഷൻ കൊടുക്കാമായിരുന്നല്ലോ. പ്രൊമോഷനാണ് ഉദ്ദേശമെങ്കിൽ ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും പ്രൊമോഷന്റെ കാര്യം പറഞ്ഞാൽ മതി, ആ സിനിമയെ പറ്റി പറഞ്ഞാൽ മതി. ഈ വായി നോക്കിയെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? എത്രയോ പേരുടെ എഫർട്ടാണ് ഒരു സിനിമ. അതിൽ ഇയാൾ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് ഇയാളുടേതായി മാറുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഓ, എക്സ്പ്ലനേഷൻ ലെവല് മാസ്, ഒന്നും പറയാനില്ല. അപ്സര പറയുന്ന കേട്ടില്ലേ? ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്കൊപ്പം ഒരു സിനിമ അഭിനയിക്കുകയാണ്. നിങ്ങൾക്കൊപ്പം കിടക്കുന്നത് നല്ലതാണ് അപ്സരയെ, പോയി കിടന്നോ. നീ അതും അതിനപ്പുറവും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഒരു വൃത്തികെട്ടവനെ നീ ബൂസ്റ്റപ്പ് ചെയ്യത്തില്ലല്ലോ. ഏഷ്യാനെറ്റ് ചെയ്ത ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും മോശപ്പെട്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എടുക്കുന്നത്. കൂടെ ലാലപ്പൻ്റെ ക്യാരക്ടർ കുറേ കൂടെ റിവീലായി വരുന്നു. ഇത്തരത്തിലുള്ള ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പ്രൊമോഷനോ ഇങ്ങനൊരു ഡ്രാമയോ കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദ്യം ചെയ്യാൻ ലാലപ്പനെ കൊണ്ട് പറ്റുന്നില്ലേ? എന്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നില്ല? നിങ്ങൾ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? എന്താണ് ഏഷ്യാനെറ്റ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇനി നാളെ ഗോവിന്ദചാമിയെ കൊണ്ടുവന്ന് നിർത്തുമോ? ശരി, ഇവരൊന്നും വേണ്ട, ജോളിയെ കൊണ്ടുപോവാ. 6-7 പേരെ കൊന്നില്ലേ? അത് രഹസ്യമായി കൊന്നുകളയാൻ പറ്റിയിട്ടുണ്ടല്ലോ ജോളിക്ക്. ഏത് ജോളി എന്നറിയില്ല, സൈനൈഡ് ജോളി. അവളെ കൊണ്ടുവന്ന് നിർത്ത്, എന്താ കുഴപ്പം? സമൂഹത്തിന് ഒരു സാധനം കൊടുക്കുകയില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കാമപ്രാന്തുള്ള 2 എണ്ണത്തിനെ വെച്ചുകൂട്ടി അതിനെ വെച്ച് അവരുടെ കാമക്കേളികൾ പബ്ലിഷ് ചെയ്ത് ആ രീതിയിൽ ഒരു മതവിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്ത് അവരെ നാറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ശ്രമം ഒന്ന്. രണ്ടാമത്, ആ പെൺകുട്ടിയുടെ ജീവിതം നശിച്ച് നാരാങ്കല്ലായി, അത് പോട്ടെ എന്ന് വെക്കാം, പിന്നെ അതിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണെന്ന് പറയാം. അതല്ലാതെ തന്നെ ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഒന്ന് വ്യക്തമാക്കി തരാൻ പറ്റുമോ? എത്ര വൾഗറായിട്ടാണ് ഈ ഒരു ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നടപടി. അതിലുള്ള ഒരു പെൺകുട്ടിക്ക് പോലില്ല. ശ്രീരേഖ ആസ് യൂഷ്വൽ ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോൾ ഉള്ള ഒരു കിണിണിപ്പ്, നിനക്കൊന്നും ജീവിക്കാൻ അറിയത്തില്ലേ പെണ്ണുങ്ങളെ? നിനക്കൊന്നും പ്രതികരിക്കാനില്ലേ? ഇതിനെയൊക്കെ സെലക്ട് ചെയ്തതാരാ? ഒരു വാക്ക് തിരിച്ചു പറയാൻ ഒരു പെണ്ണിനെ പോലും തോന്നിയില്ല. ഇതൊരു ചിരിയും എന്തൊരു കൊഞ്ചലും എന്തൊരു ഭവ്യതയും. ഒരു റേപ്പിസ്റ്റിനെയാണ് നിങ്ങൾ തൂക്കി തലയിൽ വെച്ചതെന്ന് മറന്നു പോകുന്നുണ്ടോ? എനിക്ക് കണ്ടിട്ടൊട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും പേട്ടൻ്റെ കുറേ ഫാൻസും പേട്ടൻ്റെ കുറേ ആൾക്കാർക്ക് മാത്രമാണ് അവൻ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി അറിയാത്തത്. മനുഷ്യരായി ജനിച്ചവർക്കൊക്കെ മനസ്സിലാകും എന്താണ് അവൻ ചെയ്തതെന്നും അവൻ്റെ തെറ്റെന്താണെന്നും മനുഷ്യർക്ക് മനസ്സിലാവും. ബോധമില്ലാത്ത കുറേ ചെറു നായ്ക്കൾക്ക് മനസ്സിലാവത്തില്ല. ലിങ്ക് എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പോയി അവിടെ കൂടെ ഒന്ന് വെളുത്തു വരാൻ നോക്കിയിട്ടുണ്ടാണ്. സംഖ്യയാണോ? അല്ല. എന്നാൽ സംഖ്യയല്ലേ? അല്ല. എന്തോ ആണോ? ആണ്. അന്നാ അല്ലേ? അല്ല. ആ ഒരു ടൈമിൽ പോയി ആ കല്യാണത്തിന് നിന്ന് അതിൻ്റെ ചൂട്ടും പിടിച്ചിട്ട് അവരുടെ തന്നെ ചാനലായ ഏഷ്യാനെറ്റിലേക്ക് കയറി വന്ന് ഇപ്പോൾ അവനെ വെളുപ്പിക്കാൻ ശ്രമിച്ച ഈ വൃത്തികേട് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സ്ത്രീയായി നിന്നുകൊണ്ട് ഇതിനെ അപലപിക്കുന്നു, എതിർക്കുന്നു. ഇതിനെ ഞാൻ സത്യം പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇന്നത്തെ ലൈവ് ഒന്നും കാണാനേ പോയിട്ടില്ല, ദേഷ്യം കൊണ്ടാണ്. പക്ഷെ അത് വൃത്തികേടിൻ്റെ പാരമ്യതയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്ത് വൃത്തികെട്ട പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതെന്നുള്ളതാണ്. കാമപ്രാന്തുള്ള 2 എണ്ണത്തിന് ബൂസ്റ്റപ്പും കൂടെ ചെയ്തിട്ട് പോയിരിക്കണം. പിന്നെ അവൻ ചെയ്യാതെ പോകുമോ? അവൻ എന്താ ചെയ്തേ? അവൻ്റെ അവിഹിതം എങ്ങനെയായിരുന്നു? അവൻ്റെ ഭാര്യയെ അവൻ തേച്ചിട്ടാണ് അവിഹിതം നടത്തിയത്. ഇപ്പോൾ ഇനി തമാശ രൂപേണ പല ജോക്കുകളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ പ്രണയിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രണയത്തിനെ പറ്റി ഇത്ര വൾഗറായി സംസാരിക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് പ്രൊമോഷൻ നടത്തേണ്ട ഗതികളിലേക്കാണോ ബിഗ് ബോസ് എത്തിയിട്ടുള്ളത്? നാണമില്ലേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക്? വേറെ ആരെയും കിട്ടിയില്ലേ? എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്? അറ്റ്ലീസ്റ്റ് കാണുന്നവർക്ക് ഒരു അല്പമെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കുക, അവർക്കും ഒരു മനസ്സുണ്ടെന്നും അവരിതൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നൊരു ബോധമെങ്കിലും വേണ്ടായോ? ഇയാളെ കൊണ്ടുവന്ന് അവിടെ കാണിക്കേണ്ട ആവശ്യകത എന്താണ്? ഏറ്റവും വലിയ മോശമായ ഒരു സീസൺ എന്ന് മാത്രമല്ല, അതിലേക്ക് വരുന്ന ഗസ്റ്റുകൾ പോലും വൃത്തികെട്ടവന്മാരാണ്. ശരി, നല്ല നമസ്കാരം, നല്ല താങ്ക്സ് ഉണ്ട്. ഗോവിന്ദചാമിയും കൂടെ കൊണ്ടുവന്ന് കാണിച്ചാൽ ശുഭം. ഞങ്ങൾക്ക് ഗോവിന്ദചാമിയെ കാണണം. ഗോവിന്ദചാമിയെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് റേപ്പ് ചെയ്യേണ്ടതെന്ന് അവിടെയുള്ള ഒരെണ്ണത്തിനെ പിടിച്ചു വെച്ച് ചെയ്തും കൂടെ കാണിച്ചു തരാൻ പറ. അതല്ലേ അംഗീകരിക്കേണ്ടത്? ഒരു അക്യൂസാണ്, 8ാമത്തെ പ്രതി തന്നെയാണ്. വിത്തൗട്ടൊരു റീസൺ അയാളെ ജയിലിൽ പിടിച്ചെടുത്തില്ല. ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്ന് അയാൾ ഒരു സിനിമ എടുത്താൽ പുനിതനാവത്തില്ല. അതായത് വലിയ പ്രഷ്യസ് ഒന്നും അയാൾക്ക് കൊടുക്കാനൊക്കത്തില്ല. അയാളെ നീക്കി നിർത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് അൺടിൽ ഈ കേസിൽ വിധി പറയുന്നിടം വരെ. വിധി വന്ന ശേഷം അപ്പീലിന് പോയി വീണ്ടും പ്രതിയായാൽ പ്രശ്നമില്ല, വിധി വരണം.
വിധിയിൽ കൃത്യമായി ഇയാളല്ല തെറ്റുകാരനെന്ന് പറയണം. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനേക്കാൾ ഉപരി തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് പ്രേരണാ കുറ്റമുണ്ട്. അതാണ് ഏറ്റവും വലുത്, മറ്റതിനേക്കാൾ വലുത്. മറ്റേയാൾക്ക് ജീവപര്യന്തം എന്നാണെങ്കിൽ ഇയാൾക്ക് വധശിക്ഷ കിട്ടണം. അമ്മാതിരിയാണ് ഈ കേസ് പോകേണ്ടത്. ആ പെൺകുട്ടി മരണപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരുടെ മെഴുകുതിരി വെളുത്തം കാണിച്ചിട്ട് ഓക്കെ ഇരയ്ക്കൊപ്പമോ എന്ന് വാദിക്കുന്ന ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച മോഹൻലാൽ പോലും ഈ ഒരു വൃത്തികെട്ട സാധനത്തിന് ചൂട്ടുപിടിച്ചിട്ടുണ്ട്. അയാൾ ചെയ്തത് മറ്റൊന്നുമല്ല, റോക്കിയോട് പറഞ്ഞെന്തിനാ അടിക്കാൻ പോയാൽ പോരാ, കയറി അങ്ങ് അടിച്ചേരെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ സമൂഹത്തിന് ഏറ്റവും ദോഷമായിട്ടുള്ള കൊടുക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ സമൂഹത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. തുണിപൊക്കി മാരാർക്ക് കപ്പ കൊടുത്തു. തുണിപൊക്കി കൊടുക്കുന്ന ഒരു അന്തസ്സാണ്. അതുകൊണ്ട് അങ്ങേർക്ക് കപ്പ് കിട്ടണം. സ്ത്രീ വിരുദ്ധരെ, സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ചെയ്യുന്നവരെ, സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നവരെ, കൊട്ടേഷൻ കൊടുക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ പബ്ലിക്കിന്റെ മുമ്പിൽ അക്സെപ്റ്റൻസ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഷോയായി ഈ ഷോ അധപ്പതിച്ചു എന്നേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വല്ലാത്ത വെറി. ഒരുപാട് പറഞ്ഞു പോയാൽ ഒരുപാട് മോശമാവും. പേട്ടൻ ഫാൻസ് താഴെ എങ്ങാനും വന്നിട്ടുണ്ട്, അതായത് കമന്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ കാലവാരി ഞാൻ നിലത്തടിക്കുമെന്ന് മാത്രമല്ല വീട്ടിൽ കയറി തല്ലുകയും ചെയ്യും. എനിക്ക് ഈ ബലാത്സംഗികളെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് ഒരു കാര്യവുമില്ല. സംഘപരിവാറായിരുന്നാലും ശരി, ബലാത്സംഗികളായിരുന്നാലും ശരി, എല്ലാവർക്കും ഒരേ മനസ്സ്. സ്ത്രീ എന്നാൽ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ആണെന്നും റേപ്പ് ചെയ്യാനുള്ള ഒരു വസ്തുവാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ ഷോയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള പെൺകുട്ടികൾക്ക് നടുവിരൽ നമസ്കാരം. ഒരെണ്ണത്തിന് പോലും ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ പരം ഒരു ഖേദം പറയാനില്ല. അവൻ്റെ കൂടെ ഒലിപ്പിച്ചു നിന്ന് ചാൻസിന് വേണ്ടി പോകുന്നു. ഈ തരത്തിൽ സംസാരിച്ച ഓരോ പെണ്ണും, അതിനകത്തുള്ള ഓരോ പെണ്ണും, അവൻ്റെ കൂടെ ചേർന്ന് നിന്ന ഓരോ പെണ്ണും എന്തിനും തയ്യാറായവളുമാരാണ്, എന്തിനും തുനിഞ്ഞവളുമാരാണ്. തർക്കിക്കേ വേണ്ട. ആ രീതിയിലാണ് അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഒരു റേപ്പിസ്റ്റിനെ അംഗീകരിക്കുകയും അവനെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ആ പെൺകുട്ടിയോടെന്നല്ല, സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ബാഡ് മെസ്സേജാണ്. ഒരു റേപ്പിസ്റ്റിനെയാണ് നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്ത് നല്ല പ്രവൃത്തിയായി തോന്നുന്നുണ്ടെങ്കിൽ സോ ഇറ്റ്, നോ പ്രോബ്ലം. പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് സോ താങ്ക് യു സോ മച്ച്.